വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6th സെമസ്റ്ററിൻ്റെ ഡിഗ്രി 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 2 മണിക്കൂറാണ് നമ്മുടെ ടൈം. ഇനി നമുക്ക് നോക്കാം. സെക്ഷൻ എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാം. 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. 20 മാർക്കാണ് വരുന്നത് സീലിംഗ്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ബാക്ക് ക്രോസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോ ഓഫ് ഡോമിനൻസ്. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരുന്നു. 2023 ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആയിരുന്നു. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? ലോ ഓഫ് ഡോമിനൻസ് ആണ്. ജസ്റ്റ് ഒന്ന് കൂട്ടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ലിങ്കേജ്, എന്താണ് ക്രോസിംഗ് ഓവർ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ എളുപ്പത്തിലുള്ള ടോപ്പിക്സാണ്. ഓക്കെ, മൾട്ടിപ്പിൾ അലൈൽസ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മൾട്ടിപ്പിൾ അലൈൽസത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടിട്ട് അത് പഠിക്കാം. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. 2 മാർക്കിന് വരുന്നുണ്ട്, 10 മാർക്കിന് വരുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്? ഓക്കെ, ഇനി മാസ് സെലക്ഷനും പ്യുവർ ലൈൻ സെലക്ഷനും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ICRൻ്റെ റോള്, പ്ലാൻ ബ്രീഡിങ്ങിൽ ICRൻ്റെ റോൾ എന്താണ്? പിന്നെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്താണ് പോളിപ്ലോയിഡി ബ്രീഡിങ്? പോളിപ്ലോയിഡി ബ്രീഡിങ്, മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഹാർഡി വെയിൻബർഗ് ഞാൻ പറഞ്ഞു. ഹാർഡി വെയിൻബർഗ് ലോയും അതിൻ്റെ ഫാക്ടേഴ്സും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ക്രോമസോം മാപ്പിംഗ്? പിന്നെ ലീത്തൽ ജീൻസ് എന്താണ്? അത്രയും ക്വസ്റ്റ്യനാണ് നമുക്ക് 2 മാർക്കിനുള്ളത്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ടോട്ടൽ സീലിംഗ് വരുന്നത് 30 മാർക്കാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മെൻഡലിൻ്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഡിസ്കസ് ചെയ്യാൻ. വിച്ച് വൺ ഓഫ് ദീസ് ലോസ് യു കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? അതിൻ്റെ കാരണം എന്താണ്? അതാണ് നമുക്ക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണ്? ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, സെഗ്രിഗേഷൻ എല്ലാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് ഡോമിനൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്താണ്? അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ഇതിലും ചോദിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ എന്താണ് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ്? ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസും ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഹെട്രോസിസ് ബ്രീഡിങ്, അതും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്താണ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ്? മ്യൂട്ടേഷൻ ബ്രീഡിങ് ഞാൻ പറഞ്ഞു. പോളിപ്ലോയിഡി ബ്രീഡിങ്, മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. പിന്നെ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്താണ് മൾട്ടി അല്ലെലിക് ഇൻഹെറിറ്റൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പോൾ അത്രയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ അലൈസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ്. ഓക്കെ, ഇനി സെക്ഷൻ സിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. ഇതിൽ എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ റൈറ്റ് എൻ എസ്സേ ഓൺ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ്. എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. ഇനി അടുത്തത് പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ മോഡേൺ ടൂൾസ് ഫോർ പ്ലാൻ ബ്രീഡിങ്, അതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാൻ ബ്രീഡിങ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മോഡേൺ ടൂൾസ് ഫോർ പ്ലാൻ ബ്രീഡിങ്. അതാണ് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 2. അപ്പോൾ ഇത്രയാണ് 2024 ജനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വലിയ ടഫുള്ള പേപ്പറൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ പോർഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോളിപ്ലോയിഡി ബ്രീഡിങ്, മ്യൂട്ടേഷൻ ബ്രീഡിങ് ഡിപ്രഷൻസ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസാണ്. മൾട്ടിപ്പിൾ അലൈലിസം, ലോസ്. അപ്പോൾ ഇത്രയാണ് വരുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പോർഷൻസ് ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ കമൻറ്റ് ചെയ്യാം. എന്നാൽ നമുക്കതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏപ്രിൽ എന്നാണ് എക്സാം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല.
ഏപ്രിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.